ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പോളിഫേസ് സിസ്റ്റത്തിലെ അവസാനത്തെയും ക്ലാസ്സാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ എ സി സർക്യൂട്ട് ചാപ്റ്റർ അവസാനിച്ചു. പോളിഫേസ് അപ്പോൾ ആറാമത്തെ ക്ലാസ് എന്താണ്? മെഷർമെൻറ്റ് ഓഫ് ത്രീ ഫേസ് പവർ 2. രണ്ടാമത്തെ മെഷർമെൻറ്റ് ഓഫ് ത്രീ ഫേസ് പവറിന് മെഷർമെൻറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് 2 മെത്തേഡുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഒന്ന് 1 വാട്ട് മീറ്റർ മെത്തേഡും രണ്ടാമത്തത് 3 വാട്ട് മീറ്റർ മെത്തേഡും. ഇനി മെഷർമെൻറ്റ് ഓഫ് ത്രീ ഫേസ് പവറിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതിൽ എന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് യു വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദി 2 വാട്ട് മീറ്റർ മെത്തേഡ് ഓഫ് മെഷറിംഗ് പവർ ഇൻ എ ത്രീ ഫേസ് സിസ്റ്റം. ത്രീ ഫേസ് സിസ്റ്റത്തിലെ 2 വാട്ട് മീറ്റർ മെത്തേഡ് അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാതെ വെച്ചതാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ്. അത് ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് എക്സ്പ്ലെയിൻ ദി എഫക്റ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടർ ഓൺ വാട്ട് മീറ്റർ റീഡിംഗ് ഇൻ 2 വാട്ട് മീറ്റർ മെത്തേഡ്. 2 വാട്ട് മീറ്റർ മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് പറയാനുള്ള അല്ല. 2 വാട്ട് മീറ്ററിലും ഉള്ള പവർ ഫാക്ടറിനനുസരിച്ച് അതിൻ്റെ റീഡിങ് മാറ്റമുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഡിസ്ക്രൈബ് ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദി ഫേസ് സീക്വൻസ് ഓഫ് എ ത്രീ ഫേസ് സപ്ലൈ യൂസിങ് എ ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ. ഫേസ് സീക്വൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് സീക്വൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ പിന്നെ എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഫേസ് സീക്വൻസ് യൂസിങ് ലാമ്പ്. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ പറയുന്നു. പിന്നെ ഫേസ് സീക്വൻസ് നമുക്കുണ്ടാക്കാം. ലാമ്പും ചോക്കും അതുപോലെ തന്നെ ലാമ്പും കപ്പാസിറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെ ഉണ്ടാക്കാം, എന്നിട്ട് അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒന്നാമത്തത് 2 വാട്ട് മീറ്റർ മെത്തേഡ്. 2 വാട്ട് മീറ്റർ പവർ ഇൻ എ ത്രീ ഫേസ് സിസ്റ്റം ഈസ് നോർമലി മെഷേർഡ് ബൈ ദി 2 വാട്ട് മീറ്റർ മെത്തേഡ്. സാധാരണയിൽ പവർ ത്രീ ഫേസ് സിസ്റ്റത്തിൽ മെഷർ ചെയ്യൽ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ആ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറിലായാലും ഡെൽറ്റയിലായാലും കണക്ട് ചെയ്ത ലോഡ് സ്റ്റാറിലാണെങ്കിലും ഡെൽറ്റയിലാണെങ്കിലും അതുപോലെ തന്നെ ആ കണക്ട് ചെയ്ത ലോഡ് സ്റ്റാറോ ഡെൽറ്റോ ആവട്ടെ, അത് ബാലൻസ്ഡോ അൺബാലൻസ്ഡോ കണ്ടീഷനിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പവർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാറിലായാലും ഡെൽറ്റയിൽ കണക്ട് ചെയ്താലും പ്രശ്നമില്ല. അതുപോലെ തന്നെ ബാലൻസ്ഡോ അൺബാലൻസ്ഡോ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. പിന്നെ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡ് നമ്മൾ 4 വയർ സിസ്റ്റത്തിൽ 4 വയറുള്ള സിസ്റ്റത്തിൽ ഉപയോഗിക്കാറില്ല. എന്ന് പറഞ്ഞാൽ സ്റ്റാറിലാണെങ്കിലും നമ്മളെന്താണ്, നമ്മൾ 4ാമത്തെ വയർ, ഏതാ 4ാമത്തെ വയർ? ന്യൂട്രൽ വയർ ഇതിൽ ഉപയോഗിക്കാറില്ല. അതിൻ്റെ കാരണം ബിക്കോസ് കറണ്ട് മേ ഫ്ലോ ഇൻ ദി 4th വയർ. 4ാമത്തെ ന്യൂട്രൽ അല്ലെ, 4ാമത്തെ വയർ എന്ന് പറഞ്ഞാൽ ന്യൂട്രലിലൂടെ ചിലപ്പോൾ എന്ത് ചെയ്യാം, കറണ്ട് ഫ്ലോ ചെയ്തേക്കാം. അതുകൊണ്ട് 4ാമത്തെ വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഈ മെത്തേഡ് ചെയ്യാറില്ല. 4ാമത്തെ വയറിലൂടെ കറണ്ട് ഒഴുകൂല എന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞതാണ് അല്ലേ. ന്യൂട്രലിലൂടെ എപ്പോഴാണ് കറണ്ട് ഒഴുകുക? അൺബാലൻസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, 4ാമത്തെ വയറിലൂടെ കറണ്ട് ഒഴുകും. IU + IV + IW = 0 എന്നുള്ളത് എപ്പോൾ ബാധകമല്ല, അൺബാലൻസ്ഡ് ആണെങ്കിൽ ബാധകമല്ല എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞതാണ്. അപ്പോൾ 3 വയർ സിസ്റ്റത്തിലാണ് ഇത് ഉപയോഗിക്കുക. അത് 3 വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ ആണെങ്കിലും. പിന്നെ സ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രൽ ഉപയോഗിക്കില്ല എന്ന് മാത്രം, 3 വയർ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ 1 വാട്ട് മീറ്റർ, 2ാമത്തെ വാട്ട് മീറ്റർ. അതുപോലെ തന്നെ ഇവിടെ ആകെ 3 വയറുകൾ മാത്രമേ ഉള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 4ാമത്തെ ന്യൂട്രൽ ഇതിൽ എടുത്തിട്ടില്ല. അപ്പോൾ 3 വയർ സിസ്റ്റത്തിലാണ് നമ്മളിത് കണക്ട് ചെയ്യുക. എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കുക. ദി കറണ്ട് കോയിൽ ഓഫ് ദ 2 വാട്ട് മീറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ 2 ഓഫ് ദ ലൈൻ. ഏതെങ്കിലും 2 ലൈനിൽ എന്ത് ചെയ്യുക, കറണ്ട് കോയിൽ ഇത് നോക്കുക. കറണ്ട് കോയിൽ കണക്ട്, ഈ ലൈനിൽ ഞാൻ കറണ്ട് കോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ലൈനിലാണ് അല്ലെങ്കിൽ ഈ ലൈനിൽ കണക്ട് ചെയ്യുക. ഏതെങ്കിലും 2 ലൈനിൽ സീരീസ് ആയിട്ട് എന്ത് ചെയ്യുക, കറണ്ട് കോയിൽ കണക്ട് ചെയ്യുക. എന്നാൽ പ്രഷർ കോയിലിൻ്റെ ഒരെൻഡ് അതേ അല്ലേ, കോമൺ എന്ന് പറഞ്ഞാൽ C അല്ലേ, അതേ ലൈനിൽ തന്നെ കണക്ട് ചെയ്യുക. 2ൻ്റെയും ഏത് പിന്നെ ഈ വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ കണക്ട് ചെയ്ത് അതേ ലൈനിൽ തന്നെ എന്ത് ചെയ്യുക, ഈ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ കണക്ട് ചെയ്ത് അതേ ലൈനിൽ തന്നെ പിന്നെ ഈ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ C ഇല്ലേ, കോമൺ എന്ന് പറഞ്ഞത്, അവിടെ തന്നെ കണക്ട് ചെയ്യുക. എന്നാൽ അടുത്ത എൻഡ് പിന്നെ
അടുത്ത എൻഡ് എന്താണ് മൂന്നാമത്തെ അല്ലേ, ഈ രണ്ട് ലൈനിലാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത്. എന്താണ് പ്രഷർ കോയിലിൻ്റെ അടുത്ത എൻഡ് മൂന്നാമത്തെ ലൈനിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് വാട്ട് മീറ്റർ കണക്ട് ചെയ്തതെങ്കിൽ എന്താണ് ഈ ലൈനിൽ ഇതിലുമാണ് കണക്ട് ചെയ്തതെങ്കിൽ ഈ മൂന്നാമത്തെ ലൈനിലാണ് പിന്നെ ഇതിൻ്റെ പ്രഷർ കോയിലിൻ്റെ അടുത്ത എൻഡ് കണക്ട് ചെയ്യേണ്ടത്. അത് സ്റ്റാറിലാണെങ്കിലും ഡെൽറ്റയിലാണെങ്കിലും ഈ വാട്ട് മീറ്റർ ഏത് ലൈനിൽ കണക്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ ലൈനിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ലൈനിൽ കണക്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഈ ലൈനിലാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ പ്രഷർ കോയിലിൻ്റെ ഇതിൻ്റെയും പ്രഷർ കോയിൽ ഇവിടെ ആയിരിക്കും കണക്ട് ചെയ്യുക. അതാണ് വ്യത്യാസം. അപ്പോൾ ടോട്ടൽ പവർ കിട്ടാനും വേണ്ടി നമ്മൾ ആഡിങ് ദി 2 റീഡിങ്സ്, ഇതിൽ കിട്ടുന്ന 2 റീഡിങ്ങും ഇത് എന്താണ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ പവർ ഈക്വൽ ടു P1 + P2. നിങ്ങളോട് കണ്ടീഷനൊന്നും പറയാതെ ജനറലായിട്ട് 2 വാട്ട് മീറ്റർ മെത്തേഡിൽ എങ്ങനെ പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് ടോട്ടൽ പവർ P ഈക്വൽ ടു P1 + P2 അല്ലെങ്കിൽ W1 + W2. 2 വാട്ട് മീറ്ററിലും കിട്ടുന്നത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ പവർ കിട്ടും. പക്ഷേ ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് പവർ ഫാക്ടറിനനുസരിച്ച് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ദി പവർ ഫാക്ടർ ഫ്രം ദ 2 വാട്ട്, ഈ പവർ ഫാക്ടർ കിട്ടാനുള്ള ഒരു ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. പിന്നെ പവർ കിട്ടാനുള്ള ഇക്വേഷൻ P1 + P2 ആണ്, ജനറലാണ് ഇക്വേഷൻ. ഇനി പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ഇതിൽ ടാൻ തീറ്റ, ആദ്യം ടാൻ തീറ്റ കാണണം. ടാൻ തീറ്റ കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നത്. ടാൻ തീറ്റ ഈക്വൽ ടു √3 × P1 - P2 / P1 + P2 എന്ന് പറഞ്ഞാൽ √3 ഒന്നാമത്തെ വാട്ട് മീറ്ററിൽ റീഡിങ് മൈനസ് രണ്ടാമത്തെ വാട്ട് മീറ്ററിൽ റീഡിങ്, അതേപോലെ ഒന്നാമത്തെ വാട്ട് മീറ്ററിൽ റീഡിങ് പ്ലസ് രണ്ടാമത്തെ വാട്ടിൽ റീഡിങ് √3 P1 - P2 / P1 + P2. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ W1 എന്ന് എഴുതാം. P1 W1 അത് നമുക്ക് ഇഷ്ടത്തിന് എഴുതാം. വാട്ട് മീറ്റർ റീഡിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. √3 × W1 - W2 / W1 + W2. അങ്ങനെ ടാൻ തീറ്റ കണ്ടാൽ, ഈ തീറ്റ കാണണമെങ്കിൽ എന്താണ് ടാൻ ഇൻവേഴ്സ്, ഈ ഇതെത്രയാണോ കണ്ടു വെച്ചിട്ടെങ്കിൽ അത് ടാൻ ഇൻവേഴ്സ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ തീറ്റ കാണാൻ ടാൻ ഇൻവേഴ്സ് √3 × W1 - W2 / W1 + W2. ഇപ്പോൾ നമുക്ക് തീറ്റ കിട്ടും. തീറ്റ കിട്ടിയാൽ എന്ത് ചെയ്യുക, കോസ് തീറ്റ കാണുക. ഈ തീറ്റൻ്റെ വാല്യൂ അത് കോസ് കൊടുത്ത് കോസ് തീറ്റ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും, പവർ ഫാക്ടർ കിട്ടും. പവർ ഫാക്ടർ കിട്ടാനുള്ള ഇക്വേഷൻ ചോദിച്ചാൽ ഇവിടെ ടാൻ ഫൈ ഈക്വൽ ടു √3 × P1 - P2 / P1 + P2 എന്നുള്ളതാണ് എഴുതാറ്. അപ്പോൾ തീറ്റ കാണാനാണ് ചോദിച്ചെങ്കിൽ ടാൻ ഇൻവേഴ്സ് √3 × W1 - W2 / W1 + W2 എന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക, കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് ഫൈ കാണാം. ഇങ്ങനെയാണ് പവർ ഫാക്ടർ കാണാം. ഇനി എന്താണ് എഫക്റ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടർ ഓൺ വാട്ട് മീറ്റർ റീഡിംഗ്. വാട്ട് മീറ്റർ റീഡിംഗ് നമ്മൾ പറഞ്ഞു P1 + P2 ആണ് അല്ലേ. പിന്നെ ഒന്നാമത്തെ വാട്ട് മീറ്ററിലെ റീഡിംഗ് പ്ലസ് രണ്ടാമത്തെ വാട്ട് മീറ്ററിൽ റീഡിംഗ് ആണ് ടോട്ടൽ പവർ കാണാനുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ലോഡ് പവർ ഫാക്ടർ ഈ വാട്ട് മീറ്റർ റീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ വെൻ φ = 0. φ എന്ന് പറഞ്ഞാൽ ആംഗിൾ 0 ആണ്. 0 ആണെങ്കിൽ എന്താണ്, രണ്ടും ഇൻഫേസ് ആണ് അല്ലേ. വോൾട്ടേജും കറണ്ടും ഇൻഫേസ് ആണ്. കറണ്ടും ഇൻഫേസ് ആണെങ്കിൽ എന്താണ്, പവർ ഫാക്ടർ യൂണിറ്റി ആണ് അല്ലേ. അപ്പോൾ φ = 0 ആ സമയത്ത് എന്താണ് പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് ലോഡാണ് നമ്മൾ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇൻഫേസ് അല്ലെങ്കിൽ പവർ ഫാക്ടർ യൂണിറ്റി കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ദി ബോത്ത് വാട്ട് മീറ്റർ ഇൻഡിക്കേറ്റ് ഈക്വൽ ആൻഡ് പോസിറ്റീവ് വാല്യൂ. 2 വാട്ട് മീറ്ററിലും എന്താണ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. എന്ന് പറഞ്ഞാൽ മീറ്റർ പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. രണ്ടിലും എന്തായിരിക്കും, ഈക്വൽ വാല്യൂ ആയിരിക്കും. ഇവിടെ 100 വാട്ടാണെങ്കിൽ ഇവിടെയും 100 വാട്ടായിരിക്കും, ഈക്വൽ വാട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർ കാണാൻ ടോട്ടൽ പവർ ഈക്വൽ ടു W1 + W2 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ്. ആദ്യത്തെ വാട്ട് മീറ്ററിലും രണ്ടാമത്തെ വാട്ട് മീറ്ററിലും കൂട്ടുക. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ ഈക്വൽ ആയിരിക്കും, വാട്ട് മീറ്റർ റീഡിങ് ഈക്വൽ ആയിരിക്കും, പോസിറ്റീവ് വാല്യൂവും ആയിരിക്കും. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പവർ കാണാൻ W1 + W2 തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. φ = 0 to 59 ഡിഗ്രി, 0 മുതൽ 59 ഡിഗ്രി വരെ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ 1 മുതൽ 0.5 വരെ. 60 ആയത്രയും കോസ് 60 എന്ന് പറഞ്ഞാൽ 0.5 വരും. അപ്പോൾ 0.5 ഇതിലില്ല, 0.5 വരെ. അപ്പോൾ പവർ ഫാക്ടർ 1 മുതൽ 0.5 വരെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും റീഡിംഗ് എന്നുള്ളതാണ്. ഇതെന്താണ്, ഇത് ബോത്ത് വാട്ട് മീറ്റർ ഇൻഡിക്കേറ്റ് പോസിറ്റീവ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 വാട്ട് മീറ്ററും പോസിറ്റീവ് തന്നെയായിരിക്കും റീഡിംഗ് കാണിക്കുക.
രണ്ട് വാട്ട് മീറ്ററിലും പോസിറ്റീവ് റീഡിങ് തന്നെ ആയിരിക്കും കാണിക്കുക. പക്ഷേ വ്യത്യാസം, നേരത്തെ പവർ ഫാക്ടർ 1 ആയപ്പോൾ എന്താണ് രണ്ടും ഈക്വൽ റീഡിംഗ് ആയിരുന്നു. അതിന് പകരം എന്തായിരിക്കും ഡിഫറൻറ്റ് വാല്യൂ ആയിരിക്കും. രണ്ടും പോസിറ്റീവാണ്, പക്ഷേ ഇതിൽ 150 ആണെങ്കിൽ ചിലപ്പോൾ ഇതിൽ 50 ആയിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലാണോ? അപ്പോൾ ഇത് രണ്ടുള്ള തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് പോസിറ്റീവ് എന്താണ് ഇൻഡിക്കേറ്റ് പോസിറ്റീവ് ആൻഡ് ഡിഫറൻ്റ് ആണ്. പവർ ഫാക്ടർ 1 മുതൽ 0.5 വരെ. ഒന്നല്ല, ഒന്നാണെങ്കിൽ എന്താ പറയാൻ അല്ലേ, 0.5 മുതൽ എന്താണ് 0.99 വരെ എന്താണ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് വാല്യൂ ആയിരിക്കും. എന്നാൽ പവർ ഫാക്ടർ 1 ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ സെയിം വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. രണ്ടിലും സെയിം വാല്യൂ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇതിലും എന്തായിരിക്കും പവർ ഫാക്ടർ കാണാനുള്ള W1 + W2 എന്നുള്ളതായിരിക്കും ഇതിലെയും കണ്ടീഷൻ. നമുക്കിപ്പോൾ ടോട്ടൽ പവർ കാണാനുള്ള ഇക്വേഷൻ W1 + W2 ആയിരിക്കും. എന്നാൽ ഇനി 0.5 ആണ് പവർ ഫാക്ടർ. 60 ഡിഗ്രി 60 ഡിഗ്രിയാണ്, ആംഗിൾ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി ആണെങ്കിൽ cos 60 എന്നുള്ള വരും. cos 60 0.5 ആണ്. അങ്ങനെ 0.5 വരികയാണെങ്കിൽ റീഡിങ് ദിസ് കണ്ടീഷൻ ദ റീഡിങ് ഓഫ് 1 വാട്ട് മീറ്റർ വിൽ ബി 0. ഇതിലേതെങ്കിലും ഒരു വാട്ട് മീറ്റർ എന്തായിരിക്കും 0 ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഒരു വാട്ട് മീറ്റർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ 0.5, കറക്റ്റ് 0.5 ആണ് പവർ ഫാക്ടർ എങ്കിൽ ഒരു വാട്ട് മീറ്റർ മാത്രമേ റീഡിങ് കാണിക്കുള്ളൂ. ഒന്നെന്തായിരിക്കും, ഒന്ന് 0 ആയിരിക്കും. ഈ ടോട്ടൽ പവർ ബി ഇൻഡിക്കേറ്റ് ബൈ ദ സെക്കൻഡ് വാട്ട് മീറ്റർ. ഏത് വാട്ട് മീറ്റർ ആണോ നമുക്ക് ഈ രണ്ടാമത്തെ W2 എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യണത് റീഡിങ് കാണിക്കുന്നതെങ്കിൽ അതിൽ കാണിക്കുന്ന റീഡിംഗ് ആണെന്ത് ടോട്ടൽ പവർ. അപ്പോൾ ടോട്ടൽ പവർ കാണാനുള്ള ഇക്വേഷൻ = W2 വാട്ട് മീറ്റർ. രണ്ടാമത്തെ വാട്ട് മീറ്ററിലെ റീഡിംഗ് ആണ് എന്ത് ടോട്ടൽ പവർ. അപ്പോൾ 0.5 ആണ് കാണിക്കണമെങ്കിൽ ഒരു വാട്ട് മീറ്റർ 0 ആയിരിക്കും. ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ഇതുവരെയുള്ളതിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് ഓർത്ത് വെക്കണം. അപ്പോൾ 0.5 ആണെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു വാട്ട് മീറ്റർ 0 ആയിരിക്കും കാണിക്കുക. അപ്പോൾ രണ്ടാമത്തെ വാട്ട് മീറ്ററിൽ പവർ എത്രയാണോ അതാണ് ടോട്ടൽ പവർ. ടോട്ടൽ പവർ ലോഡ് = W2. ഇനി when phi = 60 ഡിഗ്രി to 89 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആവും അല്ലേ, പവർ ഫാക്ടർ 0 ആവും 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി വരെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0.5 മുതൽ 0 വരെ, 0 അല്ല. അപ്പോൾ എന്താണ് അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് പവർ ഫാക്ടർ 0.5ലും കുറവാണെങ്കിൽ വാട്ട് മീറ്റർ റീഡിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് phi 60 ഡിഗ്രി മുതൽ 89 ഡിഗ്രി വരെ. 60 ഡിഗ്രി നമ്മൾ പറഞ്ഞു അല്ലേ, 0.5 നമ്മൾ പറഞ്ഞു. 0.5 അല്ല, ലെസ് ദാൻ 0.5. 60 ഡിഗ്രി 89 ഡിഗ്രി വരെ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതുവരെ എന്ന് പറഞ്ഞാൽ 0 അല്ല. അപ്പോൾ പവർ ഫാക്ടർ ഈസ് ലെസ് ദാൻ 0.5 ആണ്. പവർ ഫാക്ടർ 0.5ലും കുറവാണെങ്കിൽ എങ്ങനെയായിരിക്കും വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ കണ്ടീഷനിൽ റീഡിംഗ് ഓഫ് 1 വാട്ട് മീറ്റർ വിൽ ബി പോസിറ്റീവ്. ഒരു വാട്ട് മീറ്റർ പോസിറ്റീവ് കാണിക്കും. ബട്ട് റീഡിംഗ് ഓഫ് വേറെ രണ്ടാമത്തെ വാട്ട് മീറ്റർ WT ഈസ് റിവേഴ്സ്, നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു വാട്ട് മീറ്റർ നമുക്ക് പോസിറ്റീവ് കാണിക്കും, പക്ഷേ രണ്ടാമത്തെ വാട്ട് മീറ്റർ എന്താണ് നെഗറ്റീവാണ് കാണിക്കുക. നെഗറ്റീവ് റീഡിങ് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, എത്രയാണ് റീഡിങ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് ഉറപ്പിക്കാം പവർ ഫാക്ടർ ലെസ് ദാൻ 0.5 ആണ്. ഇനി അങ്ങനെ നെഗറ്റീവ് റീഡിംഗ് ആണ് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് റീഡിങ് കിട്ടണ്ടേ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, എന്താണ് in order to read watt meter reverse the pressure coil or current coil connection. ഇവിടെ നോക്കുക, ഇപ്പോൾ നമ്മളിവിടെ പ്രഷർ കോയിലിൻ്റെയോ കറണ്ട് കോയിലിൻ്റെയോ എന്ത് മാറ്റുക, കണക്ഷൻ മാറ്റി കൊടുക്കണം. ഏതെങ്കിലും ഒന്നിൻ്റെ, രണ്ടിൻ്റെയോ മാറ്റാൻ പാടില്ല. പ്രഷർ കോയിലിൻ്റെയോ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞിരുന്നു എന്താണ് M അല്ലേ, L C V അങ്ങനെയായിരുന്നു കണക്ട് ചെയ്ത് അല്ലേ, M L C V എന്നുള്ള രീതിയിലായിരുന്നു കണക്ട് ചെയ്ത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലൈന് കണക്ട് ചെയ്ത് ഒന്നുകിൽ ഇവിടെ കറണ്ട് കോയിലിൻ്റെ കണക്ഷൻ മാറ്റുക. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തതിന് പകരം ഇവിടേക്ക് കൊടുക്കുക,
ലോഡിലേക്ക് ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ എൽ എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ പിന്നെ വരുന്ന ഫേസ് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എം എന്നുള്ള പോയിന്റിൽ നിന്നും നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ എല്ലും സിയും കൂടി ഷോർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തതുപോലെ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ മാറ്റിയത് ഒന്നുകിൽ കറണ്ട് കോയിൽ മാറ്റാം, അല്ലെങ്കിൽ പ്രഷർ കോയിൽ മാറ്റുക. സാധാരണ നമ്മൾ പ്രഷർ കോയിലാണ് മാറ്റുക. അപ്പോൾ പ്രഷർ കോയിൽ മാറ്റുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത എമ്മും സിയും അതിന് ഷോർട്ട് ചെയ്തു അല്ലേ, കോമൺ ആയിട്ട് എമ്മും സിയും ഷോർട്ട് ചെയ്തു. വി എടുത്തിട്ട് മൂന്നാമത്തെ ഇതിലേക്ക് കൊടുത്തു. ഇവിടെയും എമ്മും സിയും ഷോർട്ട് ചെയ്തു, വി എടുത്തിട്ട് മൂന്നാമത്തെ ഫേസിലേക്ക് കൊടുത്തു. അങ്ങനെയായിരുന്നു. അതിന് പകരം എന്ത് ചെയ്യുക, ഇവിടെ നോക്കുക, എമ്മും വിയും ഷോർട്ട് ചെയ്തു. ഇങ്ങനെ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. ഇവിടെ എമ്മും വിയും ഷോർട്ട് ചെയ്തു, ഇവിടെ സിയിൽ നിന്നും മൂന്നാമത്തേലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും മാറ്റണം. ഇവിടെ മാറ്റി ഇവിടെയും മാറ്റണം. എന്ത്, എമ്മും വിയും തമ്മിൽ ഇവിടെയും കണക്ട് ചെയ്യണം. എമ്മും വിയും കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എടുത്തതുപോലെ എന്താണ് പിന്നെ സിയിൽ നിന്നും മൂന്നാമത്തേലേക്ക് ഇതിലും എടുക്കണം. അങ്ങനെ റിവേഴ്സ് ചെയ്യാം. അത് വാട്ട് മീറ്ററിൻ്റെ ഒന്നുകിൽ പ്രഷർ കോയിൽ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ കറണ്ട് കോയിൽ റിവേഴ്സ് ചെയ്യണം. ഇങ്ങനെ നെഗറ്റീവ് റീഡിങ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ പ്രഷർ കോയിലോ അല്ലെങ്കിൽ കറണ്ട് കോയിലോ റിവേഴ്സ് ചെയ്യുക. അങ്ങനെ റിവേഴ്സ് ചെയ്താൽ എന്തായിരിക്കും, വാട്ട് മീറ്റർ ദെൻ ഗീവ് പോസിറ്റീവ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഈ നെഗറ്റീവായ വാട്ട് മീറ്റർ ഇതാണെങ്കിൽ ഇവിടെ നോക്കുക, ഏതാണോ നെഗറ്റീവായ വാട്ട് മീറ്റർ അതാണ് ഇവിടെ കാണിച്ചത്. എന്താണ് നെഗറ്റീവായ വാട്ട് മീറ്റർ. ഇപ്പോൾ W1 ആണ് നെഗറ്റീവ് ആയതെങ്കിൽ, W1 ആണ് നെഗറ്റീവ് ആയതെങ്കിൽ ആ നെഗറ്റീവായ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലോ അല്ലെങ്കിൽ കറണ്ട് കോയിലോ നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തു അല്ലേ, ഈ നമ്മൾ ഇവിടെ പിന്നെ എന്താണ് പ്രഷർ കോയിൽ ചേഞ്ച് ചെയ്തു. ആ പ്രഷർ കോയിൽ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് മാറ്റണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് മാറിപ്പോയതാണ്. എന്താണ് ഈ പിന്നെ W2 എന്നുള്ളത് അതേപോലെ തന്നെ വെക്കുക. ഏതാണോ നെഗറ്റീവ് വാട്ട് മീറ്റർ കാണിച്ചത്, ഇവിടെ W1 ആണ് നെഗറ്റീവ് റീഡിങ് കാണിച്ചതെങ്കിൽ ആ W1ൻ്റെ ഒന്നുകിൽ പ്രഷർ കോയിൽ അല്ലെങ്കിൽ കറണ്ട് കോയിലിൻ്റെ പിന്നെ റിവേഴ്സ് ചെയ്യുക. അതിൻ്റെ പ്രഷർ കോയിലോ അല്ലെങ്കിൽ കറണ്ട് കോയിലോ റിവേഴ്സ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ കോയിലാണ് റിവേഴ്സ് ചെയ്തത്. ഇവിടെ എമ്മും സിയും ഷോർട്ട് ചെയ്തതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, എമ്മും വിയും ഷോർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സിയിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് കൊടുക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും, വാട്ട് മീറ്റർ നമുക്ക് ഈ വാട്ട് മീറ്ററും പോസിറ്റീവ് റീഡിങ് കാണിക്കും. പക്ഷേ ആ പോസിറ്റീവ് റീഡിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ പോസിറ്റീവ് റീഡിങ് ഇവിടെ കിട്ടിയ W2 കിട്ടിയ വാട്ട് മീറ്റർ റീഡിങ്ങിൽ നിന്നും കുറക്കുകയാണ് വേണ്ടത്. ഇവിടെ നെഗറ്റീവ് കാണിച്ചത് കൊണ്ട് എന്താണ്, എത്രയാണ് കുറക്കേണ്ടതെന്ന് അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ പവർ കാണാൻ W2 മൈനസ് W1 ആയിരിക്കും വരിക. ഇപ്പോൾ ടോട്ടൽ പവർ ഓഫ് ലോഡ് ഈസ് ഈക്വൽ ടു W1 മൈനസ് W2, അല്ലെങ്കിൽ എന്താണ്, ഏതാണോ പോസിറ്റീവ് റീഡിങ് കാണിച്ചത്, ഫസ്റ്റ് റീഡിങ് കാണിച്ച് W2 മൈനസ് W1, അല്ലെങ്കിൽ ഇതാണ് നെഗറ്റീവ് റീഡിങ് കാണിച്ചെങ്കിൽ W1 മൈനസ് W2. അപ്പോൾ ഏതെങ്കിലും ഒരു വാട്ട് മീറ്റർ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് റീഡിങ് ആയിരിക്കും. പിന്നെ പവർ ഫാക്ടർ 0.5 കുറവാണെങ്കിൽ, ലെസ് ദാൻ 0.5 ആണെങ്കിൽ കാണിക്കുക. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ഏത് വാട്ട് മീറ്ററാണ് നെഗറ്റീവ് കാണിച്ചത് ആ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലോ അല്ലെങ്കിൽ കറണ്ട് കോയിലോ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പോസിറ്റീവ് റീഡിങ് കിട്ടും. അപ്പോൾ ആ പോസിറ്റീവ് റീഡിങ് എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം പോസിറ്റീവ് കിട്ടിയില്ലേ, അതിൽ നിന്നും ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് റീഡിങ് കാണിച്ച വാട്ട് മീറ്റർ ഏതാണോ അതിൻ്റെ റീഡിങ് കുറക്കുക. അപ്പോൾ ടോട്ടൽ പവർ കാണാൻ W1 മൈനസ് W2 എന്നാണ് നമുക്ക് കിട്ടുക. നമുക്ക് ടോട്ടൽ പവർ കിട്ടുക ഒന്നാമത്തെ ഈ വാട്ട് മീറ്ററിൽ നിന്നും ഈ വാട്ട് മീറ്ററിൻ്റെ പവർ കുറച്ചതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ പവർ കിട്ടുക. അപ്പോൾ W1 പ്ലസ് W2 അല്ല, W1 മൈനസ് W2 ആണ്. ലെസ് ദാൻ 0.5 ആണെങ്കിൽ W1 മൈനസ് W2 ആണ്. ഇനി അവസാനത്തെ കണ്ടീഷൻ, ഫൈ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ, 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പവർ 0 ആയിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, പവർ ഫാക്ടർ 0 ആണ്. അതുകൊണ്ട് VI cos φ പറയുമ്പോൾ പവർ 0 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വാട്ട് മീറ്ററിൽ കാണിക്കാൻ നോക്കുക. വാട്ട് മീറ്ററിൽ എന്താണ്, പ്യുവർ ഇൻഡക്റ്റീവോ പ്യുവർ കപ്പാസിറ്റീവോ സർക്യൂട്ട് ആകുമ്പോഴാണ് എന്താണ് ഫൈ 90 ഡിഗ്രി ആകുക, പവർ ഫാക്ടർ 0 ആവും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ട് മീറ്റർ നേരത്തതുപോലെ തന്നെ എന്താണ് നെഗറ്റീവ് ആയിരിക്കും കാണിക്കുക, പക്ഷേ രണ്ടും ഈക്വൽ റീഡിംഗ് ആയിരിക്കും. ഇവിടെ എന്താണ്, ഏതെങ്കിലും ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് കാണിക്കും. ആ നെഗറ്റീവ് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ നെഗറ്റീവ് കാണിച്ച വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലോ അല്ലെങ്കിൽ
കറണ്ട് കോയിലോ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് റീഡിങ് കിട്ടും. ആ റീഡിങ് പക്ഷേ എന്താണ്, രണ്ടും സെയിം വാല്യൂ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈൻ, ഒന്നിൽ പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. അപ്പോൾ രണ്ടിലും സെയിം വാല്യൂ ആയിരിക്കും. എന്താണ്, അപ്പോൾ W1 - W2 = 0 ആയിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. പവർ 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയും കണ്ടീഷൻ, ഒന്ന് പവർ ഫാക്ടർ യൂണിറ്റി ആകുമ്പോൾ രണ്ടിലും പോസിറ്റീവ് ആയിരിക്കും അല്ലെ, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതെന്ത് ചെയ്യുക, നമ്മൾ ഒരേ വാല്യൂ ആയിരിക്കും, അത് രണ്ടും കൂട്ടിയാൽ W1 + W2. ഇനി 0.5 വരെ, 1 മുതൽ 0.5 വരെ ആണെങ്കിൽ എന്താണ്, രണ്ടും പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ 2 വാട്ട് മീറ്ററിലും വ്യത്യസ്ത റീഡിങ്ങുകളായിരിക്കും. ഇനി 0.5 ആണ്, പവർ ഫാക്ടർ 0.5 ആണെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ട് മീറ്ററിൽ 0 ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഏത് വാട്ട് മീറ്ററിലാണോ കാണിക്കുന്ന റീഡിങ് അതായിരിക്കും പവർ. ഇനി ലെസ് ദാൻ 0.5 ആണെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് കാണിക്കും. ആ നെഗറ്റീവ് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ നെഗറ്റീവ് കാണിച്ച വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലോ അല്ലെങ്കിൽ കറണ്ട് കോയിലിൻ്റെയോ പിന്നെ ചേഞ്ച് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. അതിൻ്റെ നമ്മൾ കൊടുത്ത പിന്നെ എമ്മും സിയും ഷോർട്ടാക്കിയതിന് പകരം എമ്മും വിയും ഷോർട്ടാക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. ഒന്നുകിൽ കറണ്ട് കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിലിൻ്റെയോ കണക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. ആ പോസിറ്റീവ് വാല്യൂ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ പോസിറ്റീവിൽ നിന്നും ഈ ഇപ്പോൾ നമുക്ക് കിട്ടിയത് അത് നെഗറ്റീവാണ്, അപ്പോൾ എന്ത് ചെയ്യുക, അത് കുറക്കുക. അപ്പോൾ അതിൻ്റെ P = W1 - W2 ആണ്. ഇനി എന്താണ്, പവർ ഫാക്ടർ 0 ആണെങ്കിൽ അപ്പോഴും നെഗറ്റീവാണ് ഒരു വാട്ട് മീറ്റർ കാണിക്കുക. അത് നമ്മൾ പോസിറ്റീവ് കിട്ടാനും വേണ്ടി ഏതെങ്കിലും ഒന്ന് കറണ്ട് കോയിലോ അല്ലെങ്കിൽ പ്രഷർ കോയിലോ അതിൻ്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. പക്ഷേ ആ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂം സെയിം വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത്രയാണ് കണ്ടീഷൻ. ഇത് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. എല്ലാ എക്സാമിനും ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഫേസ് സീക്വൻസ്. ഫേസ് സീക്വൻസ് എന്താ നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ്, സീക്വൻസ് ഓർ ഓർഡർ ഇൻ വിച്ച് ദി 3 phase അറ്റൈൻ ദെയർ മാക്സിമം വാല്യൂ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMFൽ എന്താണ്, ഇതിൻ്റെ മാക്സിമം വാല്യൂവിൽ എത്തുന്നതിൻ്റെ ഓർഡർ അല്ലെ, അല്ലെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഏതാണ് ആദ്യം വരുന്നത്, RYB അല്ലെങ്കിൽ UVW. അങ്ങനെ 2 രീതിയിൽ നമ്മൾ പറയും, RYB അല്ലെങ്കിൽ UVW. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് RBY അല്ലെ, RBY UWV എന്നും പറയും. അതിൽ ഏതെങ്കിലും ഒന്നാണ് സീക്വൻസ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, 3 phase സിസ്റ്റത്തിൽ സാധാരണയിൽ എന്താണ് നമ്പർ 3 കളറിലാണ്. ഒന്ന് റെഡ്, യെല്ലോ, ബ്ലൂ, RYB എന്നുള്ളതാണ്. അല്ലെങ്കിൽ UVW എന്നുള്ളതും നമ്മൾ പറയാറുണ്ട്. എന്താണ്, ദർ ആർ 2 പോസിബിൾ സീക്വൻസ്. ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. എന്താണ്, RYB അല്ലെങ്കിൽ RBY 2 പോസിബിൾ സീക്വൻസ് ആണുള്ളത്. ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കറക്റ്റ് ഫേസ് സീക്വൻസ്. കറക്റ്റ് ഫേസ് സീക്വൻസ് കിട്ടേണ്ടതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളതാണ്. അത് നോക്കുക. കറക്റ്റ് ഫേസ് സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് കണക്ഷൻ ഓഫ് വേരിയസ് 3 phase സിസ്റ്റം. വേരിയസ് 3 phase സിസ്റ്റത്തിലെ കൺസ്ട്രക്ഷനിലും കണക്ഷൻ കൊടുക്കുമ്പോഴും നമുക്ക് എന്താണ് കറക്റ്റ് ഫേസ് സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, കറക്റ്റ് ഫേസ് സീക്വൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് വെൻ ദി ഔട്ട്പുട്ട് ഓഫ് 3 phase ആൾട്ടർനേറ്റർ. 3 phase ആൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് മസ്റ്റ് ബി പാരലൽ ഇൻ ടു എ കോമൺ വോൾട്ടേജ് സിസ്റ്റം. വേറൊരു കോമൺ വോൾട്ടേജ് സിസ്റ്റം. ഇപ്പോൾ KCBൻ്റെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു ആൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് AC ജനറേറ്റർ നമ്മളിപ്പോൾ ITIയിൽ വർക്ക് ചെയ്യിപ്പിച്ചു. ആ വർക്ക് ചെയ്യിപ്പിച്ച ആൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോമൺ വോൾട്ടേജ് സിസ്റ്റത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ KCBൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ അത് പാരലൽ ചെയ്യാന്ന് അതിന് പറയാം. മസ്റ്റ് ബി പാരലൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കറക്റ്റ് ഫേസ് സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഫേസ് സീക്വൻസ് ആയിരിക്കണം. എന്താ ഇപ്പോൾ കറക്റ്റ് ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് U അല്ലെങ്കിൽ R അല്ലേ, RYB എന്നുള്ളതിൽ R അല്ലെങ്കിൽ U ഓഫ് 1 നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ഫേസ് U എന്നുള്ളത് എന്ത് ചെയ്യണം, കണക്റ്റഡ് ഫേസ് U ഇൻ അനദർ ആൾട്ടർനേറ്റർ. നമ്മൾ KCBൻ്റെ സപ്ലൈ ഇല്ലേ അതിൻ്റെ ഫേസ് Uയിലേക്ക് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ ഫേസ് V KCBയുടെ സപ്ലൈയുടെ Vയിലേക്ക് തന്നെ കൊടുക്കണം. W അല്ലെങ്കിൽ RYB. B എന്ന് പറഞ്ഞത് എന്താണ്, പിന്നെ KCBയുടെ സപ്ലൈയുടെ Bയിലേക്ക് തന്നെ കൊടുക്കണം, നിർബന്ധമാണ്. അപ്പോൾ എന്താണ് ഫേസ് സീക്വൻസ് ഇതിൽ എന്താണ് പാരലൽ ചെയ്യണമെങ്കിൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇനി ഇൻഡക്ഷൻ മോട്ടോറാണെങ്കിൽ 3 phase ഇൻഡക്ഷൻ മോട്ടോറാണ്. അതിൻ്റെ എന്താണ് റിവേഴ്സ് ഓഫ് അതിൻ്റെ ഫേസ് സീക്വൻസ് റിവേഴ്സ് ചെയ്താൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് അത് കറങ്ങണേ അല്ലേ, മോട്ടോറിൻ്റെ പിന്നാണ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫേസ് സീക്വൻസ് മാറിയാൽ എന്ത് ചെയ്യും,
പിന്നെ ഈ മോട്ടോറിൻ്റെ 3 ഫേസ് മോട്ടോറിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യും. അതിൻ്റെ കറങ്ങണ ഏത് ഭാഗത്തേക്കാണ് ആൻറ്റി ക്ലോക്ക് വൈസോ കറങ്ങേണ്ടി എന്നുള്ളത് എന്ത് ചെയ്യും, അത് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മളെന്താണ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ മെഷീൻ എങ്ങനെയാണോ നമുക്കിപ്പോൾ ഒരു മില്ലിലാണെങ്കിൽ അത് കറങ്ങേണ്ടത് ക്ലോക്ക് വൈസിലാണെങ്കിൽ റിവേഴ്സിൽ കറങ്ങിയാൽ എന്ത് ചെയ്യും, അത് തെറ്റായ രീതിയിലാണ് കറങ്ങുക. അപ്പോൾ അത് പ്രശ്നമാണ്. അതുകൊണ്ട് എന്താണ് ഈ ഫേസ് സീക്വൻസ് മാറിയാൽ എന്ത് ചെയ്യും, നമുക്ക് മോട്ടോറിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ ഫേസ് സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡയറക്ഷനിലാണ് കറങ്ങേണ്ടത് എന്നറിയണമെങ്കിൽ ആ ഫേസ് സീക്വൻസ് അറിയേണ്ടത് നിർബന്ധമാണ്. ഇനി ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ. ഇനി ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററാണ്. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് എൻഷറിങ് ദി കറക്റ്റ് ഫേസ് സീക്വൻസ് ഓഫ് എ 3 ഫേസ്. എന്താണ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഫേസ് സീക്വൻസ് മീറ്റർ എന്നും പറയും. ഇതെന്താണ്, നമുക്ക് കറക്റ്റ് ഫേസ് സീക്വൻസ് അറിയാനും വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. അതിലെന്താണ്, ദി ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ കൺസിസ്റ്റ് ഓഫ് എ 3 ടെർമിനൽ RYB അല്ലെങ്കിൽ UVW എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. 3 ടെർമിനലുകൾ ഇതിനുണ്ട്. ഈ ടെർമിനലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, 3 ഫേസ് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. L1 L2 L3 ഇത് 3 ഫേസ് സപ്ലൈ ആണ്. ആ 3 ഫേസ് സപ്ലൈൻ്റെ എന്താണ് നമുക്ക് അറിയേണ്ടത്, ഫേസ് സീക്വൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. RYB ഏതാണെന്നുള്ള അറിയേണ്ടത്. അപ്പോൾ എന്താണ്, ഇതിൽ 3 ടെർമിനലുകളുണ്ട്. ഒന്നുകിൽ UVW എന്ന് അടയാളപ്പെടുത്തിയിരിക്കും, അല്ലെങ്കിൽ RYB എന്ന് അടയാളപ്പെടുത്തിയിരിക്കും. രണ്ടാണെങ്കിലും സെയിം ആണ്. ഇതിലേക്കാണ് നമ്മൾ ഈ സപ്ലൈയുടെ സ്പേസ് സീക്വൻസ് ആണ് അറിയേണ്ടത്. അത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് സപ്ലൈ ഈ ഇൻഡിക്കേറ്റർ എ ഡിസ്ക് ഇൻ ദ ഇൻഡിക്കേറ്റർ മൂവ്സ് ദ ഏതർ ക്ലോക്ക് വൈസ്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട് അല്ലേ, ഇവിടെ ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്ക് എന്ത് ചെയ്യും, ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ കറങ്ങാൻ തുടങ്ങും. ഇവിടെ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ ഈ ഡിസ്ക് ഒന്നുകിൽ ക്ലോക്ക് വൈസിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങാൻ തുടങ്ങും. ഇതിൽ 2 ആരോ മാർക്ക് ഇവിടെ 2 ആരോ മാർക്ക് ഡിസ്കിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് അറിയാനും വേണ്ടി 2 ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്കിൻ്റെ താഴെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ത്, ഫേസ് കറക്റ്റ് സീക്വൻസ് ഏതാണെന്നുള്ളത്. ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങുകയാണെങ്കിൽ UVW, എല്ലാ ക്ലോക്ക് വൈസിൽ കറങ്ങുകയാണെങ്കിൽ UWV എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ RYB അല്ലെങ്കിൽ RBY എന്നായിരിക്കും ഇതിൽ കാണിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, 3 ഫേസ് സപ്ലൈ ഇതിലേക്ക് കണക്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇത് കറങ്ങാൻ തുടങ്ങും. ഈ ഭാഗത്തേക്കാണ് കറങ്ങണമെങ്കിൽ എന്താണ് UVW അല്ലെങ്കിൽ RYB ആണ്. അല്ലാതെ ഈ ക്ലോക്ക് വൈസിലാണ് കറങ്ങണമെങ്കിൽ RBY അല്ലെങ്കിൽ UWV ആണ് ഫേസ് സീക്വൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററിൽ ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് കറങ്ങുന്നതിനനുസരിച്ച് ആണ് നമ്മളിത് മനസ്സിലാക്കുക എന്നുള്ളതറിയാം. എന്താണ് ഫേസ് സീക്വൻസ് ഓഫ് എ 3 ഫേസ് സിസ്റ്റം മേ ബി റിവേഴ്സ് ബൈ ഇൻ്റർചേഞ്ചിങ് ദി കണക്ഷൻ ഓഫ് എനി 2 ഓഫ് ദ 3 ഫേസ് സിസ്റ്റം. നമുക്ക് എന്താണ് 3 ഫേസ് സിസ്റ്റത്തിലെ ഫേസ് സീക്വൻസ് മാറ്റാൻ, ഇപ്പോൾ ഒരു മോട്ടറിൻ്റെ ക്ലോക്ക് വൈസിൽ കറങ്ങണം നമുക്ക് റിവേഴ്സ് ആക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഫേസ് സീക്വൻസ് മാറിയാൽ മതി. ഫേസ് സീക്വൻസ് മാറ്റാനുള്ള ഏറ്റവും എളുപ്പം വഴി എന്താണ്, ഇൻ്റർചേഞ്ചിങ് കണക്ഷൻ ഓഫ് എനി 2 ഓഫ് ദ 3 ഫേസ്. 3 ഫേസിൽ ഏതെങ്കിലും 2 മാറ്റും. 3 മാറ്റിയാൽ എന്ത് ചെയ്യില്ല, ഫേസ് സീക്വൻസ് മാറില്ല. ഏതെങ്കിലും 2 അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ RYB എന്നുള്ളതിൽ എന്ത് ചെയ്യുക, R അവിടെ നിർത്തുക, എന്നിട്ട് മറ്റേ 2 Y ഉള്ളതിന് പകരം RBY ഏതെങ്കിലും 2 മാറ്റാൻ പാടുള്ളൂ. 3 കൂടി മാറ്റിയാൽ എന്ത് ചെയ്യില്ല, ഫേസ് സീക്വൻസ് മാറില്ല. അപ്പോൾ ഏതെങ്കിലും 2 ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും, ഫേസ് സീക്വൻസ് മാറും. ഇനി നോക്കുക, ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കുണ്ടാക്കാം. ഒരു ചോക്കും ലാമ്പും ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്താണ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് 4 ലാമ്പ് വേണം. അതിൻ്റെ കാരണം എന്താണ്, ഇത് നമ്മൾ സ്റ്റാറിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത് അൺബാലൻസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ന്യൂട്രൽ അല്ലേ, അൺബാലൻസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നമ്മൾ ന്യൂട്രൽ ഫ്ലോട്ടിംഗ് ന്യൂട്രൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇതിൽ 300 വോൾട്ട്, ഇതിൽ 200 വോൾട്ട്, ഇതിൽ 150 വോൾട്ട് എന്നൊക്കെ ആയിരിക്കും വരിക. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഒരു ലാമ്പ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ ലാമ്പ് കത്തിപ്പോവും, അടിച്ചു പോകും. അതുകൊണ്ട് 2 ലാമ്പ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ 2 ലാമ്പുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർ ഈ 2 ലാമ്പ് ഇങ്ങനെ കണക്ട് ചെയ്യുക, ഈ 2 ലാമ്പും സീരീസ് ആയി കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓരോ എൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ചോക്കും ആ 3ൻ്റെയും കൂടി ഒരു എൻഡ് എടുത്തിട്ട് നമ്മളൊരു സ്റ്റാർ പോയിൻ്റ് ഉണ്ടാക്കുക. ബാക്കിയുള്ള 3 എൻഡുകൾ അല്ലേ, ആ ബാക്കിയുള്ള 3 എൻഡുകൾ ടെസ്റ്റ് ലീഡായിട്ട് ഇവിടെ UVW, ഇത് ആ UVW ആണ് ടെസ്റ്റ് ലീഡായിട്ട് ഇവിടെ ഈ താഴെ കാണുന്ന ചിത്രത്തിൽ UVW എന്ന് പറഞ്ഞിട്ട് എടുത്തത് എന്താണ്, അത് ടെസ്റ്റ് ലീഡാണ്. ആ ടെസ്റ്റ് ലീഡ് ആണ് ഇവിടെ കാണിച്ചത്. ഇതൊന്ന് U എന്നുള്ള ടെസ്റ്റ് ലീഡാണ്, W എന്നുള്ള ടെസ്റ്റ് ലീഡാണ്, V എന്നുള്ള ടെസ്റ്റ് ലീഡാണ്. ഈ ടെസ്റ്റ് ലീഡാണ് എന്തിലേക്ക് കണക്ട് ചെയ്യേണ്ടത്,
3 ഫേസിലേക്കും കണക്ട് ചെയ്യേണ്ടി. അങ്ങനെ 3 ഫേസിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ ഇവിടെ ഈ ഒരു ലാമ്പ് നമ്മൾ എന്താണ് UVW എന്ന് അടയാളപ്പെടുത്തിയെന്ന്, ഈ ലാമ്പ് UWV എന്നും അടയാളപ്പെടുത്തിയെന്ന്. ഇത് 2 ലാമ്പാണ്. അത് നമ്മൾ ഈ 2 ലാമ്പിൽ ഏതെങ്കിലും ഒന്ന് കത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 2 ലാമ്പിൽ അതിൽ നമ്മൾ ഇവിടെ നോക്കുക, L1 L2 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ലാമ്പ് ഉണ്ടാവും, ഇവിടെയും 2 ലാമ്പ് ഉണ്ടാവും. ആ 2 ലാമ്പുകളാണ്. അതാണ് ഒന്നിന് RYB മറ്റേ RBY എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് 3 ഫേസ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഏതാണോ ബ്രൈറ്റർ ലാമ്പ് ഇൻഡിക്കേറ്റ് ദ ഫേസ് സീക്വൻസ്, ഏത് ലാമ്പാണ്, ഈ ലാമ്പാണോ ബ്രൈറ്റായിട്ട് കത്തുന്നത്, അതാണ് ഫേസ് സീക്വൻസ്. ഇപ്പോൾ ഇവിടെ ഈ ലാമ്പാണ് ബ്രൈറ്റായിട്ട് കത്തിയതെങ്കിൽ എന്താണ് നമുക്ക് RYB ആണ് ഫേസ് സീക്വൻസ്, RYB എന്നുള്ളതാണ് ഫേസ് സീക്വൻസ്. ഇതാണ് കത്തിയതെങ്കിൽ RBY ആണ് ഫേസ് സീക്വൻസ്. അപ്പോൾ ഏത് ലാമ്പാണോ കത്തുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി ഇതേ രീതിയിൽ തന്നെയാണ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ കപ്പാസിറ്ററും ലാമ്പും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക. ഇവിടെ എന്താണ് ഇതിന് പകരം ഇൻഡക്ടറിന് പകരം എന്താണ് കപ്പാസിറ്ററാണ് ഉപയോഗിക്കുക. നേരത്തെ ഇൻഡക്ടർ ആയിരുന്നു, അതിന് പകരം കപ്പാസിറ്റർ ഉപയോഗിക്കും. വേറെ മാറ്റങ്ങളൊന്നുമില്ല. എന്താണ് ഈ എൻഡിൽ നിന്നും UVW ഈ 2 എൻഡിൽ നിന്നും എന്ത് ചെയ്യുക, നമ്മൾ 3 ടെർമിനൽ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ലൈനിൽ കൊടുക്കേണ്ടത്. ലൈനിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് UVW, UWV അല്ലെങ്കിൽ UVW 2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏത് ലാമ്പാണ് കത്തുന്നത്, നമ്മൾ 3 ഫേസ് സപ്ലൈക്ക് കൊടുത്താൽ എന്താണ് 3 ഫേസ് സപ്ലൈക്ക് കൊടുക്കുകയാണെങ്കിൽ ഏത് ലാമ്പാണോ കത്തുന്നത്, ബ്രൈറ്റർ ലാമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഫേസ് സീക്വൻസ്. ഏത് ലാമ്പാണോ ബ്രൈറ്റായിട്ട് കത്തുന്നത് അത് എന്ത് ചെയ്യും, ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റ് ചെയ്യും. ഈ 2 ലാമ്പിൽ ആണ് കത്തുന്നതെങ്കിൽ UVW ആണ്, എന്നാൽ RYB ആണ് ഫേസ് സീക്വൻസ്. ഇവിടെയാണ് കത്തുന്നതെങ്കിൽ UWV അല്ലെ RBY ആണ് ഫേസ് സീക്വൻസ്. ഇങ്ങനെ നമുക്ക് ഫേസ് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ കപ്പാസിറ്ററും ലാമ്പും ഉപയോഗിച്ചുണ്ടാക്കുന്നതും ഇൻഡക്ടറും ലാമ്പും ഉപയോഗിച്ചുണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഫേസ് സീക്വൻസ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 2 വാട്ട് മീറ്റർ മെത്തേഡ് എങ്ങനെ എന്നുള്ളത് പവർ മെഷർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലോഡ് പവർ ഫാക്ടറിനനുസരിച്ച് കണ്ടീഷൻ എങ്ങനെയായിരിക്കും നമ്മൾ വാട്ട് മീറ്റർ റീഡിങ് എടുക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ എന്താണ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ അല്ലേ ഉപയോഗിച്ച് നമുക്ക് ഫേസ് സീക്വൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ലാമ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഫേസ് സീക്വൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ AC സർക്യൂട്ടിലെ അവസാനത്തെ ക്ലാസ്സാണ്. എല്ലാവരും ഇത് കേട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഇതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ്. എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ് അടുത്ത ചാപ്റ്ററാണ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. എല്ലാവർക്കും നന്ദി.